ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഭൗതികവാദത്തിൻ്റെയും നിരീശ്വര ആദർശങ്ങളുടെയും ആഴങ്ങളിൽ ജീവിതത്തെ തളച്ചിട്ട ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഇന്ന് ദിവ്യകാരുണ്യമായി ഉള്ളിൽ വരുന്ന ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആൾരൂപമായി മാറാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. പരിശുദ്ധ കുർബാനയിലൂടെ ജീവിതം രൂപാന്തരീകരിക്കപ്പെട്ട ഇദ്ദേഹം താൻ അനുഭവിച്ച ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണിവിടെ. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് മാർട്ടിൻ പാലക്കാപ്പിള്ളിൽ. തൃപ്പൂണിത്തുറയിലാണ് താമസം. തമ്മിൽ നാം കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെയും എൻ്റെയും പിതാവായ ദൈവം ഒരാളാണ് എന്ന ബോധ്യത്തിൽ എൻ്റെ ജീവിതാനുഭവങ്ങളെ, പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ അനുഭവങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ കത്തോലിക്ക മാതാപിതാക്കളുടെ മകനായി, അഞ്ചാമത്തെ മകനായി മരട് പ്രദേശത്താണ് ജനിച്ചത്. എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു മരട്. വിശ്വാസത്തിൽ ഔന്നത്യമൊന്നും പറയാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യവും പശ്ചാത്തലവുമാണ് ബാല്യകാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്നിച്ചിരുന്ന് എന്നും പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കാത്ത പിതാവും ജീവിത വ്യഗ്രതകളിലൊക്കെ മുഴുകിയിരുന്ന കുടുംബവും വിശ്വാസത്തെ പരമമായ ഒന്നായി കണ്ടിരുന്നില്ല. എങ്കിലും എൻ്റെ അമ്മ വളരെയധികം വിശുദ്ധ കുർബാനയുടെ ഭക്തിയുണ്ടായിരുന്ന ഒരാളായിരുന്നു. നവനാളുകൾക്ക് പോയിരുന്ന ആളായിരുന്നു. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഡൊമിനിക് സാവിയെ പോലെ ആയിത്തീരണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ചും 7ാം ക്ലാസ് വരെയുള്ള ജീവിതം കുർബാനയോട് ചേർന്നും ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള ശ്രമം നടത്തിയും ഒക്കെ മുൻപോട്ട് പോയി. 7ാം ക്ലാസ്സിൽ വെച്ച് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അന്ന് ഞാൻ ഓൾട്ടർ ബോയായി മരട് മൂത്തേടം പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷേ പുരോഹിതനാകാൻ അവസരം ചോദിച്ചപ്പോൾ അന്ന് അത് നിഷേധിക്കപ്പെട്ടു. എൻ്റെ ഇടവകപ്പള്ളിയിൽ പോയി പറയണമെന്ന് മൂത്തേടം പള്ളിയിലെ വികാരിയച്ഛൻ പറഞ്ഞു. എൻ്റെ കുടുംബത്തിന് താല്പര്യമില്ലാതിരുന്നതുകൊണ്ട് പൗരോഹിത്യം സ്വീകരിക്കാൻ ആവശ്യമായ ഒരു നടപടിയിലേക്കും പോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് ക്രമേണ നിരീശ്വരത്വത്തിലേക്ക് ഞാൻ കടന്നു. അതിന് പ്രധാനമായ കാരണമായി മാറിയത് എൻ്റെ മൂത്ത സഹോദരൻ വിശ്വാസത്തിനെതിരായ ജീവിതം നയിക്കാൻ തുടങ്ങി. അത് കുടുംബത്തിന് അനേകം അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ
എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന് വെച്ച പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല അടക്കമുള്ള പുസ്തകങ്ങൾ വായിച്ചു. ആ പുസ്തക വായനയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഞാൻ ക്രമേണ ദൈവമില്ല എന്ന് പറയാൻ തുടങ്ങി. പിന്നീടുള്ള 18 വർഷം ദൈവമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും വസ്തുനിഷ്ഠവാദവും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ളവരിലും ദൈവവിശ്വാസത്തിനെതിരായ വിഷം കലർത്തിയാണ് ആ കാലം ജീവിച്ചത്. പിന്നീട് ക്രിസ്തു വിശ്വാസത്തിലല്ലാത്ത ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുകയും ആ ബന്ധം ക്രമേണ വളർന്ന് അത് ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അപ്രകാരം അവളെ സ്വീകരിച്ച് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊക്കെ പഠിപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകവേ ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനം എന്നെ തിരികെ വിളിച്ചു. മാതാപിതാക്കൾ എന്നെ തിരികെ വിളിക്കുകയും ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നതിന് ശേഷവും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, നിരീശ്വരവാദ പ്രസ്ഥാനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുൻപ് ആധുനികൻ എന്ന നിലയ്ക്ക് പ്രതിഭാസങ്ങളിൽ വിശ്വസിക്കുന്നൊരുവൻ എന്ന നിലയ്ക്ക് ഞാൻ ജീവിച്ചു പോകുമ്പോഴാണ് ഞാൻ ജീവനോപാധിയായി അന്ന് ഫർണിച്ചർ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, ലെയ്ത്ത് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, പഞ്ചായത്ത് ലൈബ്രറിയിൽ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സ്വർണ്ണക്കടയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ പണം പലിശയ്ക്ക് കൊടുക്കുകയും കുറി നടത്തുകയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന സമയത്താണ് എനിക്ക് വളരെ നാളുകളായി ഉണ്ടായിരുന്ന ഒരസുഖം, അത് പരിശോധനയിൽ കിഡ്നി സംബന്ധമായ രോഗമാണ് എന്ന് വെളിപ്പെട്ടത്. കാലങ്ങളായി അനുഭവിക്കുന്ന നടുവേദന 2 കിഡ്നികളും ഡീക്കേയിങ് ആയതിൻ്റെ ഫലമായിട്ടാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ആ സമയമെത്തുമ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട്. ആ സമയമെത്തുമ്പോൾ എൻ്റെ രോഗം ചികിത്സയ്ക്കും അപ്പുറം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ വീട്ടിലേക്ക് അവർ പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്താണ് അമ്മ പ്രാർത്ഥിക്കാനായി അല്ലെങ്കിൽ പള്ളിയിൽ പോകാനായി നിർബന്ധിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി അതിനു മുമ്പ് തന്നെ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോഴും നിരീശ്വരത്വത്തിൽ തന്നെയാണ്. മറ്റുള്ളവരെ പ്രതിപക്ഷ ബഹുമാനമെന്ന നിലയ്ക്ക് അവരുടെ വിശ്വാസത്തെ ഒന്നും എതിർക്കുന്നില്ലെങ്കിലും വ്യക്തിപരമായി ഞാൻ നിരീശ്വരത്വത്തിലും പ്രാപഞ്ചിക ശക്തികളുടെ വിശ്വാസത്തിലും പ്രതിഭാസമെന്ന നിലയിൽ മനുഷ്യനെ കാണാനൊക്കെ തുടങ്ങുന്ന കാലമാണ്. രോഗിയായിരുന്ന സമയത്ത് അമ്മ ദേവാലയത്തിൽ വെച്ച് വിവാഹം കൂദാശ പരികർമ്മം ചെയ്യണം എന്നൊരാവശ്യം ഉന്നയിച്ചു. ഞാനപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ വർഷങ്ങളായി ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരാളായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ലോകത്ത് ആരോടും വിധേയത്വം പുലർത്തിയിരുന്നില്ല. ഒരാളുടെയും മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ല. ഒരു പരിധിവരെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഹൃദയം പോലും ഞാൻ പരിശോധിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. അതുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ചപ്പോൾ ആർക്കും ഒരു സന്തോഷവും കൊടുക്കാൻ കഴിയാതെ പോയൊരു മനുഷ്യനാണ് ഞാനെന്ന് ഒരു വിശ്വാസിയും അല്ലാതിരിക്കെ തന്നെ എനിക്ക് തോന്നി. അതുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ പള്ളിയിൽ പോകാനും പള്ളിയിൽ വെച്ച് വിവാഹം കൂദാശയായി സ്വീകരിക്കാനും ഞാൻ സമ്മതിച്ചു. അതിനിടയ്ക്ക് ഭാര്യ ദേവാലയത്തിൽ പോകാറുണ്ട്, പക്ഷെ ഞാൻ ദേവാലയത്തിനകത്ത് പ്രവേശിക്കാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ, നേരത്തെ നിരീശ്വരവാദിയായിരുന്ന ജ്യേഷ്ഠൻ, എന്നോട് കുർബാനയ്ക്ക് പോകണം ഞായറാഴ്ച എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ എറണാകുളത്തുള്ള നടുവിലപ്പള്ളിയിൽ, കത്തീഡ്രൽ പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ കുർബാനയ്ക്ക് കൊണ്ടുപോകും. നാട്ടിലെ പള്ളിയിൽ പോകാൻ സാധ്യമല്ല, ഞാൻ നിരീശ്വരവാദിയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുർബാനയ്ക്ക് പോകുന്ന ആ സമയത്ത് എറണാകുളത്ത് ഈ നടുവിലപ്പള്ളിയുടെ അടുത്തുള്ള ബസിലിക്ക പള്ളിയുടെ മുമ്പിലുള്ള ദിവ്യകാരുണ്യ ആശ്രമത്തിൽ അദ്ദേഹം കയറി പ്രാർത്ഥിക്കും. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും. എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല.
എനിക്ക് ദൈവത്തിൽ വിശ്വാസവുമില്ല. എങ്കിലും ഞാൻ ദേവാലയത്തിൽ പ്രവേശിക്കും, മുട്ടുകുത്തും, ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നതായി നടിക്കും, കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഞാൻ നിൽക്കും. അങ്ങനെ ദിവ്യകാരുണ്യ സന്നിധി നിൽക്കുന്ന സമയത്ത് എനിക്കതൊരു അപ്പം എന്ന നിലയിൽ നിന്ന് അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ മനസ്സില്ലാത്ത ഒരു സമയത്ത് ഞാൻ കണ്ണടച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതാണ് എന്ന് മനസ്സിൽ ഓർത്തപ്പോൾ ഈ കുർബാന എന്നോട് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. നിനക്ക് വേണമെങ്കിൽ എന്നെ ഭക്ഷിക്കാം, നിനക്ക് വേണമെങ്കിൽ എന്നെ അസഭ്യം പറയാം, നീ എതിരായാലും നീ എന്നെ എന്ത് ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ആന്തരികമായ ഈ സംഭാഷണം വളരെ നേരം നീണ്ടുപോയി. ഉള്ളിലുണ്ടായ ഈ സംഭാഷണം കാതോർത്ത് ഞാനിങ്ങനെ അകത്തേക്ക് തിരിഞ്ഞു നിന്നു. അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം കരഞ്ഞുപോയി, ഞാനും കരഞ്ഞുപോയി. സാമാന്യഗതിയിൽ കരഞ്ഞൊന്നും ശീലമുള്ള ഒരാളല്ല ഞാൻ. കഠിന ഹൃദയമെന്ന് സ്വയം കരുതുകയും മറ്റുള്ളവർ പലപ്പോഴും പറയുകയും ചെയ്തിട്ടുള്ള ഞാൻ അങ്ങനെ കരഞ്ഞു പോയത് ജീവിതത്തിൻ്റെ വഴി തുറന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനുശേഷം മെയ് മാസ അവസാനത്തെ ഒരു ഞായറാഴ്ച, 97 മെയ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഈ കത്തീഡ്രൽ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ, നീലറുണ്ട് അതിന് മുട്ടുകുത്തി നിൽക്കുമ്പോൾ, കരങ്ങൾ കൂപ്പി എല്ലാവരും നിൽക്കുന്നത് പോലെ അഭിനയിച്ച് ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 5 ആണികളുണ്ട്. ഞാൻ ഈ ശില്പവിദ്യ ചെയ്യുന്ന സമയത്ത്, കൊത്തുപണി ചെയ്യുന്ന സമയത്ത് കയ്യിൽ വന്ന 5 ആണികൾ. പലതവണ ഞാൻ ഉളി കൊണ്ട് ഇത് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്, തുരന്നിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അങ്ങനെയുള്ള ഈ ആണി പുറമേ നിന്ന് ചൊറിയുന്നു. ഞാനത് കൈകൊണ്ട് ചൊറുകി നോക്കി, അത് അടർന്നു വീണു. അപ്പോൾ ഒരെണ്ണം അങ്ങനെ അടർന്നപ്പോൾ സംശയത്താൽ ഞാൻ 5ഉം അങ്ങനെ ചൊറുകി നോക്കി, 5ഉം അടർന്നു വീണു. സാധാരണഗതിയിൽ ഒരു ഭക്തനെന്ന നിലയ്ക്കല്ല ഞാൻ ദേവാലയത്തിൽ പ്രവേശിച്ചതെങ്കിലും എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചോദ്യം ഉയർന്നു. എന്തൊക്കെയോ കുർബാനയിൽ സംഭവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന സാധാരണ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ലോകത്തുണ്ട്. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ വന്നു. ഞാനത് ആരോടും പറഞ്ഞില്ല. ചേട്ടായിയെ ഞാൻ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കയ്യിൽ നിന്ന് തടന്നുപോയി. വീട്ടിൽ നിന്ന് ഭാര്യയെ കാണിച്ചു. അതിലപ്പുറം ഞാൻ വലിയ കാര്യമായിട്ടത് പരിഗണിച്ചില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ചെറിയ നാമ്പുകൾ കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനൊരു കുമ്പസാരത്തിലേക്കും കുർബാന സ്വീകരണത്തിലേക്കും പ്രവേശിക്കുന്നത്. ധ്യാനത്തിന് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശം സ്വീകരിക്കാനോ ഒന്നും സാഹചര്യം ഉണ്ടായില്ല. അതിനിടയ്ക്ക് ഞാനൊന്ന് കുമ്പസാരിക്കാനിടയായി. 97 നവംബർ 23 ക്രിസ്തുരാജൻ്റെ തിരുനാളായിരുന്നു. അന്ന് ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ ചാലക്കുടിയിലെത്തി. അവിടെ വെച്ച് സഹോദരൻ എന്നെ ഓർമ്മപ്പെടുത്തിയതനുസരിച്ച് ഞാൻ കുമ്പസാരിച്ചു. കുമ്പസാരമെന്ന് സ്വീകരിക്കാവുന്ന സ്ഥിതിയല്ല, കാരണം ഞാൻ ക്രിസ്തു വിശ്വാസി അല്ലാത്ത ഒരു സ്ത്രീയുമായി കൂദാശയല്ലാത്ത ഒരു ബന്ധത്തിൽ ജീവിക്കുകയാണ്. പുരോഹിതനോട് ഞാൻ കാര്യം പറഞ്ഞു. ഡിസംബർ 17-ാം തീയതി വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിക്കാൻ വെച്ചിട്ടുണ്ട്. അത്രയും നാൾ ഈ സ്ത്രീയുമായി ഇനി ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ ബന്ധം സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ കുമ്പസാരിപ്പിച്ച് ആശീർവാദം തന്നു. ആശീർവാദത്തിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: നിൻ്റെ പാപവും നിൻ്റെ രോഗവും മോചിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിൽ വിശ്വസിച്ചില്ല. ഞാൻ ഹൃദയത്തിനകത്ത് പറഞ്ഞുകൊണ്ട് പോകുന്നത്, പാപം മോചിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും, രോഗം മോചിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അപ്പോഴും ഞാൻ ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ച് എറണാകുളത്ത് വന്നു, നടുവിലപ്പള്ളി വന്നു. വൈകിട്ടത്തെ കുർബാന പാവപരിഹാരമൊക്കെ ചെയ്തതിന് ശേഷം കുർബാന സ്വീകരിച്ചു. ഞാൻ തിരികെ വീട്ടിൽ പോയി. അന്ന് കിടന്നുറങ്ങി. നേരത്തെ കിടന്നു. നല്ല വേദനയാണ്, ശക്തമായ ശരീരവേദനയാണ്. അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആശുപത്രിയിൽ പോകണമെന്ന് കരുതിയാണ് ഞാൻ കിടന്നത്. ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. സാധാരണ 8 മണിക്ക് ഭാര്യ കട്ടൻ ചായ കൊണ്ടുവന്ന് ശരീരം മുഴുവൻ ചൂട് പിടിച്ചാലാണ് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുക. നീരാണ്. അന്ന് ഞാൻ എഴുന്നേറ്റത് ഒരു ഭാരവുമില്ലാതെയാണ്. ഞാൻ എഴുന്നേറ്റ് നിന്ന് നോക്കി. പണ്ട് ചെയ്തിരുന്നത് പോലെ, കായികാഭ്യാസം ചെയ്തിരുന്ന പോലെ
കൈയും കാലുമൊക്കെ പൊക്കി നോക്കി, ഒരു കുഴപ്പമില്ല. ഏതായാലും ഒരു തീരുമാനം എടുത്തു, ഇനി പഴയതുപോലെ ജീവിക്കേണ്ട, ഇനി ജീവിക്കുന്നുവെങ്കിൽ അറിഞ്ഞ ഈ സത്യത്തെ, അനുഭവിച്ച ഈ സത്യത്തെ ലോകത്തോട് പറയാൻ വേണ്ടി മാത്രം ജീവിക്കണം. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ മരിച്ചുപോയി എന്ന് കരുതിയാൽ മതി, ഞാനിനി ജോലി ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ഞാൻ മരിച്ചു എന്ന് കരുതുക. സ്വർണ്ണക്കട അതോടെ അടച്ചു. വിശ്വാസത്തിൻ്റെ വഴിയിൽ, പ്രഘോഷത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. വിശ്വാസത്തിലേക്ക് കടന്നു വന്നതു മുതൽ വിശുദ്ധ കുർബാന ഈ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ജീവന്റെ സമൃദ്ധി വിശുദ്ധ കുർബാനയിലാണെന്ന ബോധ്യം മനസ്സിലാക്കിയതു മുതൽ ഈ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാത്രമുള്ളതായി മാറ്റപ്പെട്ടു. ഇതിനുശേഷം ഞാൻ ഉത്തരേന്ത്യയിലേക്കാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രവൃത്തിയുമായിട്ട് പോകുന്നത്. അവിടെ ആദ്യം ആരംഭിച്ചത് തന്നെ ഒരു 40 ദിവസത്തെ ആരാധനയാണ്. 24 മണിക്കൂർ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പോയത്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മണിക്കൂറുകളോളം ഇരിക്കാൻ, മറ്റെല്ലാം മറന്ന് നീയാണ് ദൈവം എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരവസരമുണ്ടായി. പരിശുദ്ധ കുർബാന സമസ്തത്തെയും ഉൾക്കൊള്ളുന്നു എന്ന ഈ ബോധ്യം ഹൃദയത്തെ ഭരിച്ചതുകൊണ്ടും ലോകം മുഴുവനും വേണ്ടിയുള്ള ജീവൻ്റെ ഭക്ഷണമാണ് കുർബാന എന്ന സത്യം ഹൃദയത്തിൽ ആഴപ്പെട്ടതുകൊണ്ടും കുർബാനയോട് ചേർന്ന് പോകാൻ ഇടയായി. അങ്ങനെ ഒരിക്കൽ പരിശുദ്ധ കുർബാനയുടെ മധ്യ തന്നെയാണ് കുർബാനയെക്കുറിച്ചുള്ള, ജീവൻ്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള ഒരു ധാരണ ദൈവം ഹൃദയത്തിൽ നൽകുന്നത്. പൂണിത്തറയിലെ സെൻറ്റ് ജെയിംസ് ദേവാലയത്തിൽ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമീപത്തായി ഒരു മാലാഖ മുട്ടുകുത്തിയിരിക്കുന്നതായും പിങ്ക് നിറമുള്ള വസ്ത്രം ധരിച്ച ആ വ്യക്തി പരിശുദ്ധ കുർബാനയിൽ സസ്യജീവനും ജന്തുജീവനും ദൈവിക ജീവനും വ്യവഹരിക്കപ്പെടുന്നുണ്ട്, പകുത്തു നൽകപ്പെടുന്നുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. സാമാന്യ ജീവിതത്തിന് ആവശ്യമായ സസ്യജീവൻ അപ്പവും വീഞ്ഞുമായി പരിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ വൈകാരിക ജീവൻ പരികർമ്മം ചെയ്യപ്പെടുന്നു. ദൈവാത്മാവിൻ്റെ നിറവ് ദൈവിക ജീവനായി നമ്മിൽ വർഷിക്കപ്പെടുന്നു എന്ന പാഠം ഈ മാലാഖ പറയുകയാണ്. സസ്യജീവൻ്റെ പ്രത്യേകത ഭക്ഷണം കഴിക്കുക, വളരുക എന്നാണ്. അങ്ങനെ സാമാന്യതയിൽ ജീവിക്കാനായി കുർബാന, മൃഗീയ ജീവൻ്റെ പ്രത്യേകത, ജന്തുജീവൻ്റെ പ്രത്യേകത അത് എപ്പോഴും വൈകാരികമാണ്. ഒരു വൈകാരിക അർപ്പണത്തിലൂടെയുള്ള ഒരു മോചനം കുർബാനയിലുണ്ട്. വികാരങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് കാമക്രോധങ്ങളെ നീക്കാൻ യേശു കുരിശിലെ യാഗം വഴി, തൻ്റെ ജീവാർപ്പണം വഴി, അപമാനിതനാകുക വഴി, സഹിക്കുക വഴി പകർന്നു നൽകുന്നുണ്ട് എന്ന ബോധ്യം. അപ്പവും മുറിക്കപ്പെട്ടുകൊണ്ട്, ജീവൻ അർപ്പിച്ചുകൊണ്ട് ആത്മാവിനെ ലോകം മുഴുവനിലേക്കും വർഷിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം കുർബാനയിലുണ്ട് എന്ന ബോധ്യം കുർബാനയോട് കൂടുതൽ അടുക്കാനും കുർബാന ജീവിതത്തിൻ്റെ അനുഭവമായി മാറാനും ഇടയായി. പരിശുദ്ധ കുർബാനയെ ജീവിതത്തിൻ്റെ സമസ്തവുമായി സ്വീകരിക്കാൻ, അല്ലെങ്കിൽ പൂർണ്ണതയായി സ്വീകരിക്കാൻ ഇടയായത് മറ്റെങ്ങും എനിക്ക് എന്നെ തന്നെ പങ്കുചേർക്കാൻ സാധ്യമല്ല, മറ്റെങ്ങു നിന്നും എനിക്ക് ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കാൻ സാധ്യമല്ല എന്ന ബോധ്യമാണ്. ശാരീരികമായും ആത്മീയമായും മാനസികമായും സമ്പൂർണമായ ഭക്ഷണം പരിശുദ്ധ കുർബാനയാണ് എന്ന ബോധ്യം വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല, വിശുദ്ധരുടെ ജീവിത മാതൃകയിലൂടെ നൽകപ്പെട്ട ഈ ബോധ്യം ഹൃദയത്തെ ആഴത്തിൽ ഭരിച്ചു. അതുകൊണ്ട് കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം, എവിടെയൊക്കെ എത്ര ദൂരം പോയാലും
കുർബാനയാണ് പരമപ്രധാനം എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ വിശ്വാസികളിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങളും പരിശുദ്ധ കുർബാനയെ കൂടുതൽ വിലയോടെ കാണാൻ ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ റെസോഡിയിലായിരിക്കുമ്പോൾ, മധ്യപ്രദേശിൽ ഗുജറാത്തിനും രാജസ്ഥാനും ഒക്കെ ഇടയ്ക്കുള്ള റെസോഡി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടായിരിക്കുമ്പോൾ അവിടെ ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. പരിശുദ്ധ കുർബാന എന്നും അർപ്പിക്കാൻ പുരോഹിതനെ കിട്ടില്ല. ദിവ്യകാരുണ്യ ആരാധന നിരന്തരമായി തുറന്നു വയ്ക്കും. ആ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു മനുഷ്യൻ ഈ ദേവാലയത്തിൽ കടന്നു വരും. 12 മണിക്ക് വരും, 1 മണിക്ക് തിരികെ പോകും. നിരന്തരമായി പലപ്പോഴും കാണാനിടയായപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം? അദ്ദേഹത്തിൻ്റെ പേരും മാർട്ടിൻ എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. 8 മണിക്കൂർ യാത്ര ചെയ്ത് 1 മണിക്കൂർ ദൈവസന്നിധിയിലിരിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ. തിരികെ 1 മണിക്കൂർ ആരാധന കഴിഞ്ഞ് 8 മണിക്കൂർ നടന്ന് വീട്ടിൽ പോകുന്ന മനുഷ്യൻ. 16 മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയെ 1 മണിക്കൂർ ചേർത്ത് നിർത്താൻ വേണ്ടി, കൂടെ ഇരിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന മനുഷ്യൻ. കുർബാനയുടെ മഹിമ മനസ്സിലായതും കുർബാന ലഭ്യമല്ലാതെ പോകുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോഴാണ്. ദിവസങ്ങളോളം ബലിയർപ്പിക്കാൻ കഴിയാത്ത മനുഷ്യരും ജീവിതത്തിൻ്റെ ഏറ്റവും വേദനകൾ ഇറക്കി വയ്ക്കാൻ കഴിയാത്ത മനുഷ്യരെയും ഒക്കെ കണ്ടപ്പോഴാണ് ജീവൻ്റെ സമൃദ്ധി, വൈകാരികമായ വിശുദ്ധി, ആത്മാവിൻ്റെ ഉറപ്പ് ലഭിക്കുന്ന ജീവിതാനുഭവമായി കുർബാനയെ കാണാൻ ഇടയായത്. സഹോദരങ്ങൾക്ക് അപ്പമായി മാറാനുള്ള ഒരു വിളി ദിവ്യബലിയിലുണ്ട്. വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുന്ന എല്ലാം സ്വീകരിക്കപ്പെടും എന്ന് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പരിശുദ്ധ കുർബാന ഒരു അർപ്പണത്തിനുള്ള വേദിയായി തിരിച്ചറിയുമ്പോഴാണ് കാഴ്ച സമർപ്പണം എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ബോധ്യമായത്. എൻ്റെ തന്നെ ജീവിതത്തെ, എൻ്റെ ജീവനെ, എൻ്റെ ജീവിതത്തിലുള്ള സമസ്ത ആഗ്രഹങ്ങളെയും എനിക്ക് കൈവിടാൻ പറ്റാത്ത ബലഹീനതകളെയും ഒക്കെ അർപ്പിക്കാനുള്ളൊരിടമായിട്ട് കാഴ്ചവെപ്പിൻ്റെ നേരത്തെ കാണാൻ തുടങ്ങിയപ്പോൾ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തെ അങ്ങ് ഏൽപ്പിക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ക്രിസ്തു രഹസ്യത്തിൻ്റെ ഭാഗമായി മാറുന്നൊരു അനുഭവം ഉണ്ടായി. അത് ഒരു കേവലമായ പ്രാർത്ഥനയെന്ന് ആചാരത്തിൽ നിന്ന് ഒക്കെ മാറ്റി ജീവൻ്റെ ഇടമാക്കി എനിക്ക് എന്നെ തന്നെ പകർന്നു നൽകാനും ദൈവത്തിന് പകരമായി എന്നെ തന്നെ കൊടുക്കാനും കഴിയുന്നൊരിടമായിട്ട് എനിക്ക് കുർബാന മാറാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ജീവിതത്തിലെ പല സംഭവങ്ങൾക്കും അർത്ഥമുള്ളതായിട്ട് തിരിച്ചറിയാൻ പറ്റിയത്. കാഴ്ചവെപ്പ് ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിലെ പ്രഥമമായൊരു കാഴ്ചവെപ്പ് ഒരു ബലവത്തായ സംഭവമായിട്ട് പിന്നിലുണ്ട് എന്ന് മനസ്സിലായത്. ഒരു അനുഭവവും കുർബാനയെ നകന്നിരിക്കുന്നില്ലെന്ന് ബോധ്യമുണ്ടായത് അപ്പോഴാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ കുർബാന സ്വീകരണം. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഒരു വിചിത്ര മനുഷ്യനായിട്ടാണ് ഇപ്പോഴത്തെ പോലെ തന്നെ ഞാൻ അന്നും ആയിരുന്നത്. ഇപ്പോൾ എന്നെ കണ്ടാൽ ഒരാൾക്ക് മറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ അന്നും ഞാൻ വിചിത്ര ജീവിയായിട്ടാണ്. എൻ്റെ പെങ്ങളാണ്, മൂത്ത പെങ്ങളാണ് എനിക്ക് ഷർട്ട് തയ്ച്ച് തന്നത്. അവൾ തയ്ക്കാൻ പഠിക്കാൻ പോകുമായിരുന്നു. ഷർട്ട് തയ്ച്ച് തന്നപ്പോൾ ഷർട്ടിൻ്റെ കോളർ ഒരു വശത്തേക്ക് കയറിയിരിക്കുന്ന കോളറായിപ്പോയി. അങ്ങനെ ഒരു വശത്തേക്ക് കയറിയിരിക്കുന്ന കോളർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വലിച്ചിടും, വീണ്ടും തിരിച്ച് കയറിപ്പോവും. അങ്ങനെ ഒരു കോളറുമായിട്ടാണ് കുർബാന സ്വീകരണത്തിന് നിൽക്കുന്നത്. എല്ലാ കുട്ടികളുടെയും കയ്യിൽ വർണ്ണങ്ങൾ ചിറ്റിയ മെഴുകുതിരി ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു സാധാരണ തിരിയായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ അന്നും കാല ചെരുപ്പില്ല. 200 കുട്ടികളാണ് കുർബാന സ്വീകരിക്കുന്നത്. അതിൽ ഞാൻ ഒരാൾ മാത്രം വിചിത്ര ജീവിയായി കാണപ്പെട്ടു. കുർബാന അർപ്പിക്കാനായി കാഴ്ചവെപ്പിൻ്റെ നേരത്ത് എല്ലാവരും കാഴ്ച കൊടുക്കണം. എനിക്ക് വീട്ടിൽ നിന്നൊന്നും തന്നില്ല. 199 പേരും കാഴ്ച വയ്ക്കുന്നുണ്ട്. അതിനിടയിൽ വരിയിൽ നിന്ന് മാറാൻ സാധ്യമല്ല. അങ്ങനെ കാഴ്ചവെപ്പിന് നേരത്ത് അന്ന് ജോസഫ് കേളന്തറ പിതാവാണ്, അഭിമന്യ പിതാവാണ് കുർബാന സ്വീകരണത്തിന് ബലിയർപ്പിച്ചത്. അപ്പോൾ കാഴ്ചവെപ്പിന് നേരത്ത് ഈ ക്യൂവിലൂടെ ഞാൻ ചെന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ആലോചിച്ച്, ദൈവമേ ഞാൻ എന്തർപ്പിക്കും? സങ്കടകരമായൊരു കാര്യമായിരുന്നു. അന്ന് ഇന്നത്തെ അറിവോ ബോധ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, പകരം എന്നെ ഞാൻ അർപ്പിക്കും. അന്ന് ആ പ്രഥമ കുർബാന സ്വീകരണത്തിന് ഞാൻ പറഞ്ഞ ആ കാഴ്ചവെപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത് ഇന്നാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. കുർബാനയിലെ ഒരു കാഴ്ചവെപ്പും അർത്ഥരഹിതമല്ലെന്ന്
എൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഇന്നും കുർബാനയിൽ ഞാൻ കാഴ്ചവെക്കുന്നത് എന്നെയാണ്. അത് എന്നെ തന്നെ, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ താല്പര്യങ്ങളെ, എൻ്റെ ബലഹീനതകളെ, എൻ്റെ കുറവുകളെ, എൻ്റെ അയോഗ്യതകളെ, എൻ്റെ മോഹങ്ങളെ, എൻ്റെ ഓർമ്മകളെ എല്ലാം, സമസ്ത ജീവിതത്തെയും, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലെ വൈകല്യങ്ങളെയും എനിക്ക് ഈ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് കാഴ്ചവെക്കാൻ പറ്റും. ഞാൻ കാഴ്ചവെക്കുന്ന ഈ അപ്പവും വീഞ്ഞും ക്രിസ്തു തന്നെയായിട്ട് മാറും. പുരോഹിതൻ്റെ കരങ്ങളിൽ ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് പറയുമ്പോൾ ഏറ്റവും നികൃഷ്ടനായ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയായിട്ട് മാറും. അങ്ങനെ മാറുന്ന ആ അനുഭവം കുർബാനയിൽ ഞാൻ അനുഭവിച്ചപ്പോഴാണ് പരിശുദ്ധ കുർബാന എത്രത്തോളം ശക്തമായ ഒരു ദൈവാനുഭവത്തിൻ്റെ വേദിയാണെന്ന് എനിക്ക് ബോധ്യമായത്. വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളിലൊന്ന് ജീവിത നവീകരണമാണെന്ന് സ്വന്തം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിലൂടെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഈശോയെ പകർന്നു കൊടുക്കുന്ന ഒന്നായി ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. എപ്പോഴും അനുഗ്രഹം തേടിയാണ് നമ്മുടെ യാത്ര. വിശുദ്ധ കുർബാനയിൽ പങ്കെടുച്ചേരുന്നതും ദിവ്യാർപ്പണത്തിൻ്റെ ഭാഗമായി മാറുന്നതിൻ്റെയൊക്കെ പുറകിൽ അനുഗ്രഹം തേടുന്നൊരു മനസ്സുണ്ട്. അനുഗ്രഹങ്ങളെ ഭൗതികമായ നേട്ടങ്ങളായും ജീവിതത്തിലെ കാര്യസാധ്യമായും ഒക്കെ ചിന്തിക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കൂടെ വരിക എന്നാണ്. ദൈവം കൂടെ വരിക. ദൈവം കൂടെ വരുന്നൊരു അനുഭവത്തിന് കുർബാനയോളം ശക്തമായ ഒന്ന് നമുക്ക് ലഭ്യമല്ല. പരിശുദ്ധ കുർബാന നിരന്തരമായി ദൈവികമായ സഹവാസത്തിലേക്ക് നമ്മെ വിളിക്കുന്ന കൂദാശയാണ്. പരിശുദ്ധ കുർബാനയുടെ അർപ്പണം വഴി ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളിൽ രോഗസൗഖ്യമോ ഒന്നും പ്രധാനമായിട്ട് കരുതുന്നില്ല. രോഗം മാറിയാലും നാളെ മരിക്കണമല്ലോ. അപ്പോൾ രോഗം മാറി എന്നതിനേക്കാൾ, കയ്യിൽ ആണി അടന്നുപോയി എന്നതിനേക്കാൾ, 2 കിഡ്നിയും ഡീക്കേങ്ങായും മരണത്തെ നേരിട്ട് കണ്ടതാണ്. അതിൽ നിന്ന് മോചനം കിട്ടിയതിനേക്കാൾ വലിയ കാര്യമായി പരിഗണിക്കാവുന്നത് ജീവിതത്തിനുണ്ടായ മാറ്റമാണ്. സ്വതവേ അഹങ്കാരത്തിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. ലോകത്താരെയും മാനിക്കാത്ത ഒരാൾ, സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ മറ്റൊന്നിനും വില കൊടുക്കാത്ത ഒരാൾ, താൻ പറയുന്ന കാര്യങ്ങൾ ജയിക്കാൻ വേണ്ടി എന്തക്രമത്തിലേക്കും പോകാൻ മനസ്സുള്ള ഒരാൾ. അങ്ങനെയുള്ള ഒരാളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ലോകത്താരെ കൊണ്ട് കഴിയും? കുർബാന ചെയ്ത മഹാത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനമായി തോന്നിയിട്ടുള്ളത് പഴയ ജീവിതത്തിൽ നിന്ന് എനിക്ക് ദൈവം നൽകിയ മാറ്റമാണ്. സ്വാർത്ഥത്തിൽ നിന്ന് മോചനം നേടാൻ, അവരൻ്റെ ഇഷ്ടങ്ങളെ മാനിക്കാൻ കുർബാന ഒരു പാഠമായി ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ അല്ലാതെ മറ്റുള്ളവനെ പ്രധാനമായിട്ട് കാണാൻ കുർബാന നൽകിയ ശേഷി ചെറുതല്ല. അവരൻ്റെ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കാൻ, അവരന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ബോധ്യമുണ്ടാകാൻ, ആ ബോധ്യത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരാനുള്ള ശക്തി യഥാർത്ഥത്തിൽ കുർബാനയുടേതാണ്. അവരന് ഭക്ഷണമായി മാറുന്ന ക്രിസ്തു മനോഭാവം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ക്രമേണ മാറി. സ്വാഭാവികമായി സ്വന്തം നിലയിൽ ഒരു സ്ഥാനത്തുനിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത മനോഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. 2005 തമ്പുരാൻ അങ്ങനെ ഒരു ശേഷി നമുക്ക് നൽകും. മറ്റുള്ളവരെ മാനിക്കണം, അവർക്ക് വേണ്ടി ആവണം ജീവിതം എന്നൊരു തോന്നലുണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വിളമ്പുകാരനാകാൻ, എല്ലാവരുടെ ഒപ്പമായിരിക്കാൻ, ഹൃദയപരമായ ഒരു എളിമയിലേക്ക് നയിക്കാൻ കുർബാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഉണ്ടായ അനുഭവങ്ങളാണ്, കുർബാന തന്ന ബലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും സുവിശേഷ ദൗത്യത്തിലായാലും സാമൂഹ്യ പ്രവർത്തനത്തിലായാലും ബലം പകർന്നിട്ടുള്ളത്. അതുകൊണ്ട് നിർഭയത്വത്തോടെ, ഈ ലോകത്തിന് മരിച്ചവനാണെന്ന ബോധ്യത്തോടെ, ഒന്നിനെയും ഭയക്കാതെ വേദനിക്കുന്നവനോട് പക്ഷം ചേർന്ന് നിൽക്കാനും വിശക്കുന്നവന് വേണ്ടിയായി മാറാനുമൊക്കെ ബലം ലഭിച്ചിട്ടുണ്ട് കുർബാനയിൽ നിന്ന്. അവരെൻ്റെ വിശപ്പിനെ പ്രധാനമായിട്ട് കാണാൻ, അവരെൻ്റെ കണ്ണീരിനെ പ്രധാനമായിട്ട് കാണാൻ, അവരെൻ്റെ ജീവിത ദുരിതങ്ങൾക്ക് പകരം നിൽക്കാൻ, ജീവിതം തന്നെ വിട്ടുകൊടുക്കാൻ ബലപ്പെടുത്തുന്ന ഒരനുഭവം കുർബാനയിൽ നിന്നുണ്ടായി. അതുകൊണ്ട് പഴയതല്ലാതായി മാറി. പണ്ട് സ്വാർത്ഥത്തിന് ജീവിച്ചിരുന്ന, സ്വന്തം മർക്കടമുഷ്ടിയിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന, സ്വന്തം ആശയങ്ങളെ പ്രതി ബലം പിടിച്ചിരുന്ന ആ മുരടിപ്പിൽ നിന്ന് മാറി സാധാരണ എല്ലാവർക്കും വേണ്ടിയായി മാറുന്ന ഒരു ജീവിതത്തിലേക്ക് മാറാൻ
ഈ കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പഴയ കാർക്കശ്യങ്ങളൊക്കെ വിട്ടുപോയി. കാർക്കശ്യങ്ങളൊക്കെ കുർബാനയിൽ ഓരോ അർപ്പണം വഴിയും അർപ്പിച്ച് പോകുമ്പോൾ ഈ കാർക്കശ്യങ്ങളൊക്കെ അടർന്നു മാറുകയാണ്. അങ്ങനെ പുറന്തോടുകളൊക്കെ പോയി ഹൃദയത്തിൻ്റെ യഥാർത്ഥ ഭാവത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ഉയരാൻ കുർബാന ജീവിതത്തിൽ ശക്തിയായിട്ടുണ്ട്, കുർബാന ജീവിതത്തിന് കാരണമായിട്ടുണ്ട് എന്ന് ഏറ്റുപറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് ജീവിത ദൗത്യമായിട്ടും കാണുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.